രണ്ട് ഘട്ടമായുള്ള 2027 സെൻസസ് ഏപ്രിൽ 1 തുടങ്ങും. ആദ്യഘട്ടം സ്വയം കണക്കെടുപ്പും വീടുകളുടെ പട്ടിക തയ്യാറാക്കലും നടക്കും. ജാതി ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വിവരശേഖരണമാണ് രണ്ടാം ഘട്ടത്തിൽ. ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യം, ആസ്തി, സൗകര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാൻ 34 ചോദ്യങ്ങൾക്കാണ് ഒന്നാം ഘട്ടത്തിൽ ഉത്തരം നൽകേണ്ടത്. എന്നാൽ വീടുകൾ അടച്ചുപൂട്ടി രാജ്യത്തിന് പുറത്തു കഴിയുന്ന പ്രവാസി ഇന്ത്യക്കാർ സെൻസസിന് പുറത്തായിരിക്കുമെന്ന് സെൻസസ് കമ്മീഷണർ കൂടിയായ രജിസ്ട്രാർ ജനറൽ മൃത്യുഞ്ജയ കുമാർ നാരായണ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രവാസി സമൂഹത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇതാ സെൻസസിലും അവർ പുറത്താണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കേരളത്തിലും പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നില്ല. എന്തെങ്കിലും പരാമർശങ്ങളോ ആലോചനകളോ ഏതെങ്കിലും മുന്നണികൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം. പ്രവാസികളുടെ പണം വരവ് നിലച്ചാൽ ഇപ്പറയുന്ന വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. ഒരു മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം ഇനിയും നീണ്ടാൽ അതിൻ്റെ ആഘാതം മലയാളി അറിയാൻ അധിക സമയം വേണ്ട. ഗൾഫ് രാജ്യങ്ങളുടെ ആകാശം കടന്ന് ഒരു മിസൈൽ പറക്കുമ്പോൾ 2800 കിലോമീറ്റർ കടന്ന് അറബിക്കടൽ താണ്ടി ആ ചൂട് കേരള തീരത്ത് വന്നടിക്കും. ഗൾഫ് പണത്തിൽ പടുതുയർത്തിയ ഫ്ളാറ്റുകളും ആശുപത്രികളും ഗോൾഡ് ഷോറൂമുകളും നിറഞ്ഞ നമ്മുടെ നാട് ആ നിമിഷം തിരിച്ചറിയും നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകരുകയാണെന്ന്. ഇത് അതിശയോക്തിയല്ല, കണക്കാണ്, യഥാർത്ഥ കണക്ക്. ഇവിടെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശന വേളയിൽ അടഞ്ഞുകിടക്കുന്ന വീടുകൾ 2027 ജനസംഖ്യാ കണക്കെടുപ്പിൽ നിന്ന് പുറത്താകുമെന്ന് രജിസ്ട്രാർ ജനറൽ മൃത്യുഞ്ജയ കുമാർ നാരായണയുടെ വാക്കുകൾ ഞെട്ടിപ്പിക്കുന്നത്. ജോലി ആവശ്യത്തിനും മറ്റും വീടടച്ചുപൂട്ടി രാജ്യത്തിന് പുറത്തുപോയ പ്രവാസികളും സെൻസസിൽ ഉൾപ്പെടില്ലെന്ന് സെൻസസ് കമ്മീഷണർ കൂടിയായ മൃത്യുഞ്ജയ കുമാർ പറയുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം കൂടി കണക്കിലെടുത്ത് രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യക്കാർക്കായി എംബസികൾ കേന്ദ്രീകരിച്ച് ക്രമീകരണങ്ങൾ ഒരുക്കുമോ എന്ന ചോദ്യത്തിന് സെൻസസ് രാജ്യത്തെ സാധാരണ താമസക്കാർക്കുള്ളതാണെന്നും എന്യൂമറേറ്റർമാർ പരിശോധനയ്ക്കെത്തുമ്പോൾ വീടുകളിലുള്ളവർ മാത്രമാണ് സെൻസസിൽ ഉൾപ്പെടുകയെന്നും മൃത്യുഞ്ജയ കുമാർ നാരായണ പറയുന്നു. ഇക്കാര്യം സ്ഥിരീകരിച്ച് സെൻസസ് ചുമതലയുള്ള ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാജ്യത്തിന് പുറത്തുള്ളവരെ എണ്ണില്ലെന്നാണ് പറയുന്നത്. വീടുകളില്ലാത്ത ഭവനരഹിതരുടെയും നാടോടികളുടെയും സന്യാസികളുടെയും കാര്യത്തിൽ എന്ത് നടപടിക്രമം സ്വീകരിക്കുമെന്ന് ആദ്യഘട്ടം കഴിഞ്ഞ ശേഷമേ തീരുമാനിക്കൂ എന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. രാജ്യത്താകെ ശേഖരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് 2027 മാർച്ച് 1 പുതിയ സെൻസസ് കണക്കുകൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. പൂട്ടിക്കിടക്കുന്ന വീടുകൾ എണ്ണില്ലെന്ന നയം തിരുത്തേണ്ടത് തന്നെയാണ്. പ്രവാസികളും ഈ നാടിന്റെ മക്കളാണ്. അവരുടെ വിവരങ്ങളും ശേഖരിക്കണം.